അമ്മ മാതാവിനും യേശുവിനും 1000 നന്ദി. ഈ കൃപാസന അൾത്താരയിൽ ജീവനോടെ നിൽക്കാനായിട്ട് എനിക്ക് അവസരം തന്നതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശകുന്തള എന്നാണ്. നെയ്യാറ്റിൻകര രൂപത വട്ടവിള ഇടവകക്കാരിയാണ് ഞാൻ 2023 മാർച്ച് മാസം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ആദ്യമായിട്ട് ഞാനൊരു നിയോഗം വെച്ചത് എൻ്റെ കുടുംബത്തിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു വസ്തു പോക്കുവരവ് ചെയ്യാൻ സാധിക്കാതെ കഴിയുകയായിരുന്നു. അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ വസ്തുവായിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ വസ്തു ഭർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് പറഞ്ഞു പറ്റൂല ഇത് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയായി ഭർത്താവ് മരിച്ചിട്ട് 9 വർഷമായി. ഞാൻ ആകെ വിഷമിച്ചു. ഞാനും ഒരു മകനും മാത്രമാണുള്ളത്. ഭർത്താവ് മരിച്ചപ്പോഴേ മകന് 9 വയസ്സാണ്. അപ്പോൾ ആ മകനെയും കൂട്ടി ഒരു വാടക വീട്ടിൽ ഇങ്ങനെ കഴിയുകയായിരുന്നു. ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഈ വസ്തുവെങ്കിലും തിരികെ കിട്ടിയില്ല എങ്കിൽ ഞാനും എൻ്റെ മകനും എങ്ങനെ ജീവിക്കും എന്നുള്ള വിഷമത്തിലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ ആ നിയോഗം അമ്മ എനിക്ക് ഇന്ന് ഞാൻ 7ാമത് ഉടമ്പടി പുതുക്കി. അമ്മ എനിക്ക് അത് സാധിച്ചു തന്നു. 30 വർഷമായിട്ട് എൻ്റെ വസ്തു പോക്കുവരവ് ചെയ്യാനോ ഒന്നിനും സാധിക്കാതിരുന്ന വസ്തു പോക്കുവരവ് ചെയ്ത് പട്ടയം കിട്ടി. ഇന്ന് എൻ്റെ പേർക്ക് ആ വസ്തു ആയിക്കഴിഞ്ഞു. അതിന് അമ്മയ്ക്കും യേശുവിനും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടിനടുത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്തപ്പോൾ രാത്രിയിൽ എന്നെ എന്തോ എൻ്റെ ഇടത്തെ കാലിൻ്റെ പാദത്തിൽ എന്തോ ഇങ്ങനെ കുത്തിയതായിട്ട് ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മടലോ എന്തെങ്കിലും കുത്തുകൊണ്ടതായിരിക്കാമെന്ന്. കുറേ നേരം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് നന്നായിട്ടൊക്കെ ഞാൻ നോക്കി. എനിക്കെന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. കുറേ കഴിഞ്ഞ് തലയൊക്കെ നന്നായിട്ട് മരവിച്ച് വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ടും എന്തെങ്കിലും എന്നെ കടിച്ചതാണോ എന്നെനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ കിടന്നുറങ്ങി. രാവിലെയായി എനിക്ക് അതികഠിനമായ പനി, 2 ദിവസം നീണ്ട പനി. ധാരാളം ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് പനി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. 2-3 ദിവസമായി. എന്നിട്ട് എനിക്ക് കുറേയേറെ വന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടുകയും എനിക്ക് പനി മാറി. എൻ്റെ അസ്വസ്ഥതകൾ അങ്ങനെ കുറയാൻ തുടങ്ങി. എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർ കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തില്ല. കുറേ ദിവസം എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഈ കാലിലെ ആ കുത്തുകൊണ്ട ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കാൻ തുടങ്ങി, നീരൊലിക്കാൻ തുടങ്ങി. എന്നിട്ടും ഡോക്ടർ മനസ്സിലാക്കിയില്ല എന്താണ് കാര്യമെന്നുള്ളത്. ഒരു ദിവസം ഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നീരൊലിച്ചിങ്ങനെ വെള്ളം കെട്ടുമായിരുന്നു. ഞാൻ കാലെടുത്ത് ഇവിടെ വെച്ചാലും ആ സ്ഥലത്തെല്ലാം നീര് ഒലിച്ചു വരുമായിരുന്നു. വല്ലാത്ത അസ്വസ്ഥതയായി. എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയി ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്യും, തിരിച്ചു വരും. അങ്ങനെയായി ഏതാണ്ട് ഒരു 2.5 മാസത്തോളം ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്യും, വീട്ടിൽ വരും, റെസ്റ്റ് എടുക്കും. ഇങ്ങനെയായിരുന്നു. എന്നാലും അമ്മയെ മറക്കാനോ അമ്മ തന്ന ദൗത്യം ഞാൻ ചെയ്യാതിരിക്കുകയോ ചെയ്തില്ല. എല്ലാ മാസവും കൃപാസന പത്രം വന്ന് വാങ്ങുകയും അത് വിതരണം ചെയ്യുകയും ആശുപത്രികളിലും മറ്റ് സ്കൂളുകളിലുമൊക്കെ വിതരണം ചെയ്യുകയും രോഗികളായിട്ട് കഴിയുന്ന ആൾക്കാരെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായിട്ട് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വീണ്ടും ഉടമ്പടി ഇങ്ങനെ തുടർന്ന് പുതുക്കിക്കൊണ്ട് തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കാം അമ്മ എന്നെ ജീവനോടെ ഈ അൾത്താരയിൽ നിർത്താൻ എന്നെ അനുവദിച്ചത്. ഞാൻ ഉടമ്പടി തുടർച്ചയായിട്ട് പുതുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു.
ഒരു 2.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡോക്ടറെ പോയി വീണ്ടും കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കാലിൽ എന്തോ കുത്തുകൊണ്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു, എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇന്ന മരുന്നെല്ലാം ഉപയോഗിച്ച് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സർജനെ കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയി ഒരു സർജനെ കാണിച്ചു. സർജൻ ഏതാണ്ട് 1.5 മാസത്തേക്കുള്ള മരുന്ന് എനിക്ക് തന്നു. ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് കുറയുന്നില്ല. 4.5 മാസമായപ്പോഴത്തേക്കും ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങളെ വലിയൊരു വിഷം എന്തോ നിങ്ങളെ സ്പർശിച്ചതാണ്, പാമ്പ് കടിച്ചതാണെന്ന് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞില്ല. എൻ്റെ മോനോട് പറഞ്ഞു, മോനെ നിനക്ക് എന്തായാലും ഭാഗ്യമുണ്ട് എന്ന് മോനോട് പറഞ്ഞു. എന്നിട്ടും എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു മരുന്ന് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ്. ഭയങ്കര പഥ്യമുള്ള ഒരു മരുന്നായിരുന്നു. ഞാൻ ഒരു 28 ദിവസം ആ മരുന്ന് കഴിച്ചു. ഈ മരുന്ന് കഴിക്കും തോറും എൻ്റെ ശരീരത്തിലെ വ്രണം ഇങ്ങനെ പൊട്ടി ഒലിച്ച് കണ്ടുകൊണ്ട് ആര് കണ്ടാലും നന്നായിട്ട് ഭയന്നു പോകും. ഇന്നും ഞാൻ ആ വീഡിയോ എല്ലാം എൻ്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വലിയൊരു മുറിവും ഒക്കെ ആയിട്ട് നീരൊലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വേദനയാണെങ്കിൽ സഹിക്കാൻ വയ്യാത്ത വേദനയും നല്ല നിലവിളിയും ഒക്കെ ആയിരുന്നു. എന്നിട്ടും ഞാൻ അവസാനം ഡോക്ടറെ അടുത്ത് പറഞ്ഞു എനിക്ക് ഈ മരുന്ന് കഴിക്കാനുള്ള ഇനി ആരോഗ്യമില്ല, ഇത്രയും പഥ്യം നോക്കാനുള്ള കഴിവും എനിക്കിനിയില്ല, എനിക്ക് അത്രയ്ക്ക് ശരീരമെല്ലാം ഞാൻ ക്ഷീണിച്ചു, ഞാനിനി മരിച്ചു പോവും, എനിക്കത്ര വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉപയോഗിച്ചതുപോലെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും കുറയ്ക്കാനായിട്ട് ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കഴിക്കുകയോ ഓയിൻമെൻറ്റ് ഉപയോഗിക്കുകയോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീണ്ടും അങ്ങനെ അവിടെ നിന്ന് മാറിയിട്ട് തിരുവനന്തപുരം SP ഫോർട്ട് ഹോസ്പിറ്റലിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു, ഡോക്ടർ സുനിൽ കുമാർ. അദ്ദേഹം പറഞ്ഞു എന്തായാലും ഉടനെ ഇത് മാറ്റിത്തരാം എന്ന്, പാമ്പ് കടിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നില്ല, മാറ്റിത്തരാം എന്ന് പറഞ്ഞു. ഞാൻ ആ മരുന്നും കഴിച്ചു. 1.5 മാസത്തോളം കഴിച്ചു. ആ ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോഴേ തന്നെ എൻ്റെ കാലെടുത്ത് വയ്ക്കുന്ന സ്ഥലത്തെല്ലാം വെള്ളം ഒലിക്കുമായിരുന്നു. അത്ര നീരൊലിക്കുമായിരുന്നു. വേദനയും നീരും സഹിക്ക വയ്യാത്ത അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് ഞാൻ വീണ്ടും മതിയാക്കി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു കാൽപാദത്തിൽ എന്തോ ഒരു വിഷം ഇതിനകത്തുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നിങ്ങളെ പാമ്പ് കടിച്ചതാണ്, അതിൻ്റെ വിഷമാണ് ഈ ഇരിക്കുന്നത്, അത് എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്യണം, കാൽപാദമാണ്. അപ്പോൾ ഈ പാദത്തിൻ്റെ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എണീറ്റ് നടക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ചു. അന്നേരം ഞാൻ എന്നിട്ടും കൃപാസനത്ത് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് 90 ദിവസം ഇതും ചെല്ലുമ്പോഴത്തേക്ക് ഈ കാലുമായിട്ട് ഞാൻ വരും. വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. വരുമ്പോഴൊക്കെ ഒരു ടെമ്പോയിൽ വരും, കാല് നല്ല പൊക്കത്തിൽ ഉയർത്തി വെച്ചിട്ട് അടിയിൽ പേപ്പറൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നതൊക്കെ. എനിക്ക് എല്ലാവരും എന്നെ കളിയാക്കി, നീ എന്തിനാണ് കൃപാസനത്ത് പോകുന്നത്, നിനക്ക് ഇത്രയും വയ്യാതെ ആയില്ലേ, ഈ കാലും കൊണ്ടാണോ നീ കൃപാസനത്ത് പോകുന്നത്, എന്നിട്ട് നിനക്ക് കുറഞ്ഞില്ലല്ലോ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ എന്നെ കരുതിക്കൊള്ളും. തീർച്ചയായിട്ടും അമ്മ വിചാരിച്ചാൽ, ഏത് ഡോക്ടർമാർ വിചാരിച്ചാലും എൻ്റെ രോഗം സൗഖ്യമാക്കി തരാൻ കഴിയില്ല. അമ്മ വിചാരിച്ചാലേ അതിന് കഴിയുള്ളൂ. എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ ഓഫീസിൽ വന്നിട്ട് മാനേജറെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ജോസഫ് അച്ഛനെ ഒന്ന് കാണണം, എൻ്റെ കാലിൽ ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളാണ്, ഞാൻ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു, എനിക്ക് എന്നിട്ട് കുറയുന്നില്ല, എനിക്കതുകൊണ്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതും അദ്ദേഹം എനിക്ക് ടോക്കൺ തന്നു. 1ാമത്തെ ടോക്കണിൽ ഞാനിവിടെ വന്ന് അൾത്താരയുടെ മുന്നിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. അച്ഛൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
വളരെ അത്ഭുതം. എന്ത് പറയാൻ, ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കും, ഞാൻ തിരിച്ചിറങ്ങി പോയപ്പോഴത്തേക്കും എൻ്റെ കാലിൽ നീരൊലിപ്പ് എനിക്ക് കാണാനില്ല. എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. എന്നിട്ട് വീണ്ടും യാത്രയൊക്കെ കഴിഞ്ഞു, വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഈ വ്രണം കംപ്ലീറ്റ് അങ്ങ് മാറി. എനിക്ക് ഡ്രസ്സ് ചെയ്യുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഈ തൈലവും ഉപ്പും എല്ലാം ഞാൻ ഉപയോഗിച്ച് വരുന്നു. ഇന്നും അമ്മ എന്നെ കാക്കുന്നു. ഈ അനുഗ്രഹത്തിന് മാതാവിനും തിരുകുമാരനും നന്ദി. വ്രണം നന്നായിട്ട് മാറി. നല്ലൊരു തഴമ്പ് മാത്രം ഇപ്പോൾ കാലിലുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല. സുഖമായിട്ട് നടക്കുന്നു. ദൈവത്തിന് നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ആയിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യും. പ്രാർത്ഥനാ ജീവിതം, കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാനും മോനുമായിട്ട് വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലും, ജപമാല ചൊല്ലും. എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. പിന്നെ ഇടവക തലത്തിൽ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇടവക BCC അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സമിതിയിലുണ്ട്, KLCWയിലുണ്ട്, KLCAയിലുണ്ട്. ഇങ്ങനെ സാധിക്കുന്ന ഇടവക പ്രവർത്തനങ്ങളിൽ ഇടവക വികാരിയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്നെ കടിച്ചത് അണലിയാണ് കടിച്ചത്, പാമ്പ്. അപ്പം പലരും എന്നോട് പറഞ്ഞു, അണലി കടിച്ചാൽ ഒരു കാരണവശാലും നീ ജീവിച്ചിരിക്കില്ല, നീ എന്തായാലും ഇത് അണലിയല്ല വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അണലി തന്നെയാണ് കടിച്ചതെന്ന്. അപ്പോൾ അമ്മയുടെ ആ കൃപ എനിക്ക്, ആ ഉടമ്പടിയിൽ ഞാൻ നിലനിന്ന് പോയതുകൊണ്ട് അമ്മ എന്നെ സംരക്ഷിച്ചു. ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു മക്കളെയും അമ്മ ഉപേക്ഷിക്കുകയില്ല. അമ്മ കൈകോർത്ത് നമ്മളെല്ലാവരെയും താങ്ങിക്കൊള്ളും, ഉറപ്പാണ്. ഞാൻ 1.5 വർഷം വരെ ഈ വിഷവുമായിട്ട് പൊരുതി നടക്കുകയായിരുന്നു. സങ്കീർത്തനം 91:13 തിരുവചനം അരുളി ചെയ്യുന്നു, സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ശകുന്തള എന്ന മകള് തനിക്ക് ലഭിച്ച സംരക്ഷണം എന്തായിരുന്നു തനിക്ക് സംഭവിച്ചത്? തൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു, എത്ര നാളത് കൊണ്ടു നടന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ട് ആ ക്ഷണം മുതൽ ഇവിടെ നിന്നിറങ്ങുമ്പോൾ പിന്നെ അതുവരെയും പൊട്ടി ഒലിച്ചു കൊണ്ടിരുന്ന വ്രണം, അത് പതുക്കെ ആ നീരൊലിപ്പ് നിന്നു. 2 ദിവസത്തിനുള്ളിൽ ആ വ്രണത്തിൻ്റെ അവസ്ഥയിൽ മാറ്റം വന്നു. ഇപ്പോൾ നിശേഷം മാറി. ഇപ്പോഴൊരു തഴമ്പ് പോലെ മാത്രം അവിടെ കാണുന്നു എന്നാണ് പറയുക. വ്രണമില്ല, വേദനയില്ല, നീരില്ല, ഒന്നുമില്ല. അങ്ങനെ നാം കേട്ട തിരുവചനം പോലെ സർപ്പങ്ങളുടെയും തേളുകളുടെയും മേൽ നടന്നാലും നമ്മെ ശക്തിപ്പെടുത്തുന്ന നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ കന്യക, ഈ പുതിയ നിയമത്തിലെ ഈ ഹവ്വായോടാണ് നാം മധ്യസ്ഥത വഹിച്ച് ഉടമ്പടി ജീവിതം നയിക്കുക. അപ്പോൾ തീർച്ചയായും അത് എത്രമാത്രം വിഷാംശം ശരീരത്തിലുണ്ട് എന്നൊക്കെ ഈ മകൾ പറഞ്ഞു. 1.5 വർഷമായിട്ട് ഇതും കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ഉടമ്പടിയുടെ സംരക്ഷണം അതാണ് തന്നെ ഇന്ന് ജീവനോടെ ഈ അൾത്താരയിൽ കയറ്റി നിർത്തി സാക്ഷിയാക്കിയത് എന്ന് ഈ മകൾ തന്നെ ഇവിടെ പ്രഘോഷിക്കുന്നു. 30 വർഷം തൻ്റെ പോക്കുവരവ് ലഭിക്കാതെ തങ്ങളുടെ വസ്തു അങ്ങനെ കിടക്കുന്നു. അമ്മ മരിച്ചു, ഹസ്ബൻഡ് മരിച്ചു, ആരുമില്ല ആ സ്ഥലത്തിന് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ. ഉടമ്പടി എടുത്തപ്പോൾ സ്വർഗത്തിൻ്റെ അമ്മ അവിടെ അഭിഭാഷകയാകുന്നു. അമ്മയാണ് പിന്നീട് എല്ലാ ഓഫീസേഴ്സിനെയും കാണുന്നത്. അമ്മയുമായിട്ട് പോയി കാണുന്നു. അമ്മ കാര്യങ്ങൾ ക്ലിയറാക്കി ഇന്ന് തൻ്റെ പേരിൽ സ്വന്തമായിട്ട് ആ വസ്തു എഴുതി. ഇന്ന് തനിക്ക് സ്വന്തമായിട്ടൊരു വസ്തുവുണ്ട് എന്നാണ് ഈ മകൾ പറയുക. അതുപോലെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, തനിക്ക് ഇത്രയൊക്കെ വയ്യാതായിട്ടും എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് കൃപാസന പത്രം വാങ്ങിക്കും. അതിന് മാത്രം കുറവ് വരുത്തിയില്ല. തന്നെ കളിയാക്കി പലരും, നീ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, നിൻ്റെ അസുഖമൊന്നും മാറുന്നില്ലല്ലോ. പക്ഷേ ഈ മകള് അതിലൊന്നും ആ ഒരു
സംസാരത്തിൽ പതറിപ്പോകുന്നില്ല. ദൈവം എന്നെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും, അമ്മ പ്രവർത്തിക്കും. ആ ഒരു ബോധ്യം മാത്രമാണ് ഈ മകളെ അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് സജ്ജയാക്കിയത്. തൻ്റെ വേദനയ്ക്കിടയിലും താൻ ഹോസ്പിറ്റൽ വഴി കയറി ഇറങ്ങി പത്രം കൊടുത്തുകൊണ്ടിരുന്നു. സ്കൂൾ കുട്ടികൾക്ക് പത്രം കൊടുക്കുവാൻ പോയിരുന്നു. അങ്ങനെ പിന്നീട് താൻ ഇടവകയിൽ സജീവ പ്രവർത്തകയാണ്. തീർച്ചയായും ദൈവത്തിനു മുൻപിൽ നമ്മെ ഓർക്കുന്നതിന് വേണ്ടി, അതായത് നമ്മുടെ ജീവിതത്തെ ദൈവം സ്മരിക്കുക, നാം ദൈവത്തെ ഓർക്കുമ്പോഴാണ്, നാം ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുമ്പോഴാണ്. അപ്പോൾ എത്രയേറെ മാരകമായ വിഷമാണെങ്കിലും, എത്ര വർഷത്തെ പഴക്കമേറിയ കാര്യമാണെങ്കിലും ദൈവം തിരുമനസ്സായാൽ അതിന് അധികം സമയം വേണ്ട. അതാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് പറയുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.